ദൃശ്യം എന്ന സിനിമയുടെ 27 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുക. എന്തായാലും സിനിമ അവസാനത്തെ റണ്ണിങ്ങിലോട്ട് പോവുകയാണ്. അവസാനത്തെ ആഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 5ാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ് ദൃശ്യം എന്ന സിനിമ. എന്തായാലും സിനിമയുടെ 27ാമത്തെ ദിവസത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം. നമുക്കറിയാം സിനിമയുടെ OTT റിലീസ് ഈ ആഴ്ചയാണ്, ജൂൺ മാസം 18-ാം തീയതി. എന്തായാലും എന്നിട്ട് പോലും സിനിമയ്ക്ക് ഇപ്പോഴും നല്ലൊരു ബുക്കിംഗ് കാണുന്നുണ്ട് സിനിമയ്ക്ക് കേരളത്തിലെ കളക്ഷൻ ആയിട്ട്. എന്തായാലും സിനിമയ്ക്ക് 27ാം ദിവസം കേരളത്തില് 18.75 ലക്ഷമാണ് സിനിമയ്ക്ക് ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഗ്രോസ് കളക്ഷനാണ് കേരളത്തിലെ സിനിമയ്ക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. സിനിമ അങ്ങനെ ടോട്ടൽ കേരളത്തിൽ മാത്രം 89.83 ലക്ഷമാണ്. എന്തായാലും സിനിമ പതുക്കെ 90 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും സിനിമയുടെ ഫൈനൽ റണ്ണിങ് എന്തായാലും 90 കോടിനടുത്താണെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നും സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 10 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേൾക്കുന്നുണ്ട്. എന്തായാലും സിനിമ എന്തായാലും നാളത്തോടെ ഒഫീഷ്യലായിട്ട് 90 കോടിയിലോട്ട് പോകാൻ പോവുകയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം കേരള ബോക്സ് ഓഫീസ്. എന്തായാലും പടം 100 കോടി ഒന്നും അടിക്കത്തില്ല, കാരണം 100 കോടി അടിക്കാനുള്ള ഒരു ടൈം ഒന്നും ഇനി സിനിമയ്ക്കില്ല. എന്തായാലും പടം OTT റിലീസിന് പോവുകയാണ്. ഇനി സിനിമേന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് മാത്രം സിനിമയ്ക്ക് 59.93 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം സിനിമയ്ക്ക് 109.93 ലക്ഷമാണ് സിനിമേന്റെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം കാണാൻ സാധിച്ചത്. ഇനി സിനിമേന്റെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 127.50 ലക്ഷമാണ്. ഇനി ഓവർസീസ് പ്രത്യേകിച്ച് വലിയ കളക്ഷൻ ഒന്നുമില്ല. 111.70 ലക്ഷത്തിൽ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സിനിമയുടെ വിദേശത്തെ കളക്ഷനൊക്കെ ഓൾമോസ്റ്റ്. ഇനി പടത്തിന്റെ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാം. ഈ കഴിഞ്ഞ 27 ദിവസം കൊണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് 239.20 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ മഞ്ഞുവെയിൽ ബോയ്സിന്റെ കളക്ഷൻ തകർക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയാണ്. എന്തായാലും നമുക്ക് പരിശോധിക്കാം സിനിമയുടെ OTT റിലീസിന് ശേഷവും സിനിമയ്ക്ക് കളക്ഷൻ വരുന്നുണ്ട് എന്ന്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. സിനിമ OTT റിലീസിന് വന്നിട്ട് പോലും കേരളത്തിലെ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ടായിരുന്നു. വാഴ സിനിമയുടെ 2ാം ഭാഗമാണെങ്കിലും ഇപ്പോൾ തമിഴ് സിനിമയിൽ കറുപ്പാണെങ്കിലും OTT റിലീസിന് വന്നിട്ടും സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ട്രെൻഡ് ഇതുവരെയായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മുടെ മഞ്ഞുവെയിൽ ബോയ്സിന് ഫൈനൽ തകരാൻ ചാൻസ് ഇല്ലെന്നൊന്നും. 2 കോടിയുടെ ആവശ്യമാണ് സിനിമയ്ക്ക് അനിവാര്യമായിട്ട് വരുന്നത്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. എന്തായാലും എത്ര പേരാണ് സിനിമ കണ്ടത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ചിത്രത്തിന്റെ OTT റിലീസായിട്ടും പടത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടും. അതിനുമുമ്പ് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.